കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറെ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന പ്രസ്താവനയാണ് കുറെ കാലമായി SNDPയുടെ ലീഡർ കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സംഘടനാ നേതാവ് എന്നതിനൊപ്പം കേരള ഗവൺമെൻറ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഒരു വ്യക്തി അത്യന്തം അപകടകരമായ പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്താവനകൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെയാണ് വിശേഷിച്ചു. ഇതുവഴി എന്ത് ലക്ഷ്യമാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്ത് ഈ രീതി സ്വീകരിച്ചുകൊണ്ടാണ് RSSും സംഘപരിവാറും അധികാരത്തിലേക്ക് എത്തിയത്. ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും വളരെ ആസൂത്രിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് വംശീയ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ അധികാരത്തിലെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവന വഴികളൊക്കെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് അതിന് കുടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘട്ടത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. നിലമ്പൂർ ഇലക്ഷൻ്റെ മുമ്പുള്ള ദിവസങ്ങളിലാണ് അത്യന്തം അപകടകരമായ ഒരു പ്രസ്താവന നിലമ്പൂരിൽ വന്ന് ഇദ്ദേഹം നടത്തിയത്. ആ സന്ദർഭത്തിൽ അതിനെ എതിർക്കുന്നതിനു പകരം, ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഉപഹാരം കൊടുക്കുന്ന ചടങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് കാണാൻ സാധിച്ചത്. എന്നിട്ട് വലിയ പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തെ വലിയ മഹാനായി പ്രകീർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെ, ഇസ്ലാമോഫോബിയയെ CPM പ്രചരണായുധമാക്കുന്നതാണ് കണ്ടത്. പക്ഷേ അതൊന്നും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, അത്തരം എല്ലാ കുപ്രചരണങ്ങൾക്കും തിരിച്ചടി നൽകിക്കൊണ്ടാണ് UDF വിജയിച്ചത്. വെൽഫെയർ പാർട്ടി അന്ന് UDFനെ പിന്തുണച്ചത് വലിയ തോതിൽ പ്രചരണായുധമാക്കാൻ CPM ശ്രമിച്ചിരുന്നു. എല്ലാം നിലമ്പൂരിലെ വോട്ടർമാർ തള്ളിക്കളഞ്ഞതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇത്രമേൽ അപകടകരമായ പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ നേതാവായി കൊണ്ടു നടക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പല ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്നത് പല സന്ദർഭത്തിൽ ഞങ്ങൾ ഉന്നയിച്ച സുപ്രധാനമായ ഒരു ആരോപണമാണ്. എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല? ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ആ ശ്രമം നടത്തുന്നില്ല? കേരളത്തിൽ വിദ്വേഷ പ്രഭാഷകരും പ്രചാരകരും അഴിഞ്ഞാടുകയാണ്. PC ജോർജ്, സാജൻ സക്കറിയ, അതുപോലെ തന്നെ ശശികല ടീച്ചർ, ഇടയ്ക്കിടക്ക് വെള്ളാപ്പള്ളി നടേശൻ, ഇങ്ങനെ പലരും പല യൂട്യൂബ് ചാനലുകളുമൊക്കെ അത്തരം കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നത് ഇതൊരു അപകടകരമായ പ്രവണതയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തെ ധ്രുവീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വളരുക BJPയുടെ വിഭാഗീയ രാഷ്ട്രീയമാണ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കണം.
ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുകയാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ മഹിത പാരമ്പര്യമാണ് SNDP അഥവാ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്മുറക്കാർക്ക് അവകാശപ്പെടാനുള്ളത്. സാഹോദര്യ കേരളത്തിൻ്റെ വലിയ മുന്നണി പോരാളിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പൈതൃകത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാകാൻ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന് കഴിയുന്നത് എന്ന് അദ്ദേഹം പുനരാലോചിക്കേണ്ട കാര്യമാണ്. കേരളീയ സാമൂഹിക മണ്ഡലത്തിലെ വിശാലമായ സാഹോദര്യത്തിൻ്റെ അടയാളങ്ങളെ കൂടുതൽ ശക്തമായി പ്രതിനിധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഘട്ടം കൂടിയാണ് ഈ സന്ദർഭമെന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് സാഹോദര്യ കേരളം എന്നൊരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി വിവിധ ഘട്ടങ്ങളിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ RSSന് കേരളത്തിൽ വഴിമരുന്നിടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനേറ്റവും ഫലപ്രദമായ വഴി കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ വഴികളാണ്. അതിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കേണ്ട വ്യക്തി തന്നെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ അദ്ദേഹത്തെ കേരളം പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പല രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും MLAമാരും MP മാരുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ശനിയാഴ്ച വിദ്വേഷ പ്രചരണത്തിനും പ്രഭാഷണവും നടത്തുന്നു. ഞായറാഴ്ച എല്ലാവരും കൂടി ആദരിക്കുന്നു. മന്ത്രി വാസവനുണ്ട്, MLA K ബാബു ഉണ്ട്, MP ഉണ്ട്. പല രീതിയിൽ പലരും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു, IB ഈഡൻ ഉൾപ്പെടെയുള്ളവർ. ഇതൊരു അപകടകരമായ രാഷ്ട്രീയത്തിനെ താലോലിക്കുകയാണ് ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിതികൾക്കപ്പുറം നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പല ഘട്ടങ്ങളിലും പല മുസ്ലിം സംഘടനകളെയുമാണ് നാട്ടക്കുറിയായി നിർത്താറ്. ഇപ്പോൾ AP കാന്തപുരം അവറുകളെയാണ് ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ നാട്ടക്കുറിയായി നിർത്തിയിരിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നതാണ് ഒരു ആരോപണം. മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു, ഭരണത്തിൽ പിടിമുറുക്കാൻ പോകുന്നു. ഇത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത് BJPയുടെ ആരോപണങ്ങളാണ്. അതിനെ ആരും കണ്ടില്ലെന്ന് നടിച്ച് മിണ്ടാതിരിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. 6 മുസ്ലിം മുഖ്യമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ചെറിയ കാലത്തേക്കാണെങ്കിലും 53 ദിവസമാണെങ്കിലും CH മുഹമ്മദ് കോയ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 6 മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കുപ്രചരണം നടത്തി ഇതിനെതിരെ പ്രതിരോധം തീർക്കുന്ന രീതി എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സ്വീകരിക്കുന്ന അതേ നിലപാട് ചില സമുദായ സംഘടനാ നേതാക്കന്മാർ സ്വീകരിക്കുന്നു. CPM പലപ്പോഴും ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമോഫോബിയയിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ട് വലിയ അറ്റാക്ക് പല ഘട്ടങ്ങളിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേശാഭിമാനി മുഖപത്രവും CPMന്റെ ഔദ്യോഗികമായ പ്രതികരണങ്ങളിലും വെൽഫെയർ പാർട്ടിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത് കാണാൻ സാധിക്കും. അവരുടെ ഒരു ആരോപണം, ഭൂമിക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു, പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ദളിതുകളുടെയും അവകാശ പോരാട്ടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്, അതൊക്കെ കടമെടുക്കുന്നു എന്നൊക്കെയാണ്. വെൽഫെയർ പാർട്ടിയുടെ സാമൂഹ്യനീതി എന്ന വിശാല രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന സമര പോരാട്ടങ്ങളാണിത്. ഇതിനെയും ഞങ്ങൾ തുടരും. നിലമ്പൂർ ഇലക്ഷൻ്റെ സന്ദർഭത്തിലൊക്കെ വലിയ കുപ്രചരണങ്ങളാണ് നടത്തിയത്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുകാരൻ കൂടിയായ പാർട്ടി സെക്രട്ടറിയൊക്കെ വലിയ ആരോപണങ്ങളാണ് വെൽഫെയർ പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ പല പ്രതികരണം കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി, ഞങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് പ്രചരണമായിരുന്നു CPM ആ തെരഞ്ഞെടുപ്പിൽ നടത്തുക എന്ന്. ഇത്തരമൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നത് അപകടകരമായ ഒരു വാതിലാണ് തുറക്കുക. CPMനൊരു ഗുണം ഇതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുഴുവൻ ഗുണവും നേടിയെടുക്കാൻ പോകുന്നത് സംഘപരിവാറും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തികളുമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.
ഇത്തരം കുപ്രചരണങ്ങളെ കേരളം തള്ളിക്കളയണം. ഭരണകൂടം അതിൻ്റെ കൂടെ നിൽക്കരുത്. ആഭ്യന്തര വകുപ്പ് കേസെടുക്കണം. കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കണം എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. അല്ല, ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ CPM നേതാവ് കൂടിയാണ്. ആഭ്യന്തര വകുപ്പാണ് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് തടയിടേണ്ടത്. പല ഘട്ടങ്ങളിലും അത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ PC ജോർജ് വലിയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയത് നെഹ്റു മുസ്ലിം ആയിരുന്നു, അദ്ദേഹം 5 നേരം നമസ്കരിച്ചിരുന്നു എന്നാണ്. അതൊരു ചെറിയ കാര്യമല്ല പറയുന്നത്. മുസ്ലിം എന്ന ഐഡന്റിറ്റിയെയും നമസ്കാരം എന്ന ആചാരത്തെയും വരെ പ്രശ്നവൽക്കരിക്കുകയാണ് PC ജോർജ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം വേറെ ഉന്നയിച്ചു. ഒരനക്കം ഉണ്ടാകുന്നില്ല. 2ാം തവണയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത് ഇത്തരം പ്രചരണങ്ങളുമായി വരുന്നത്. മുഖ്യമന്ത്രി പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ CPMന്റെ പ്രസ്താവനകൾ വായിച്ചിരിക്കും. അതിൽ വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് ഒരു ഘട്ടത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ല. എല്ലാ വിദ്വേഷ പ്രചാരകരെയും കൈകാര്യം ചെയ്യണം. പിന്നെ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഉൽപ്പന്നമാണ് വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളാണ്. അത്തരം വർത്തമാനങ്ങളൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരല്ലല്ലോ CPM. ബഹുമാന്യനായ ഗോവിന്ദമാഷ് വളരെ ഷാർപ്പായി കാര്യങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഷാർപ്പായി കാണാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, എവിടെയോ എന്തൊക്കെയോ അന്തർധാരകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംസാരങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഈ രീതിയെയാണ് കൈകാര്യം. ഇത് CPM അവസാനിപ്പിക്കണം. CPMന്റെ രീതി അതല്ലല്ലോ. വംശീയ വിദ്വേഷ പ്രചാരകരെ തള്ളിക്കളയുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തേണ്ട CPM കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണം ലഭിക്കുമെന്നതിനാൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നാട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. ഞങ്ങൾ UDFനെ പിന്തുണക്കുന്നോ മറ്റോ എന്നൊക്കെ മറ്റൊരു കാര്യമാണ്. അതും ഇതുമായൊന്നും പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. ഒരു കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ അപകടകരമായ ഒരു ചിന്ത രൂപപ്പെടുത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നത്. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വിമർശനം ഏത് രീതിയിലാണ്? മതിയായ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത് നമുക്ക് കാണാം. അതേസമയം ആ അനുമോദന ആഘോഷ പരിപാടിയിൽ ഒരു MLAയും MPയും പങ്കെടുത്തു. ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ ഭരണപ്രതിപക്ഷങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് വിദ്വേഷത്തിൻ്റെ വിഷപ്രചാരകരെക്കെതിരെ വരേണ്ടത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പിന്തുണക്കുന്ന ഒരാളും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളെ അംഗീകരിക്കില്ല. സമുദായ സംഘടനയുടെ നേതാവാണ് എന്ന നിലക്ക് അദ്ദേഹത്തിനെ പിന്തുണക്കുന്നതിലൂടെ എന്തോ വോട്ട് കിട്ടാനും പോകുന്നില്ല. അത് വിചാരിച്ചുകൊണ്ട് ഭരണപ്രതിപക്ഷ പാർട്ടികൾ താലോലിച്ച് നിർത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇതിനെതിരായ പ്രചരണത്തിന് എല്ലാ പാർട്ടികളും രംഗത്ത് വരണം എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ബാബുവും IB ഈഡനും സ്വീകരിച്ച നിലപാട് വിമർശന വിധേയമാക്കുക തന്നെയാണ് വെൽഫെയർ പാർട്ടി ചെയ്തിരിക്കുന്നത്. അതേസമയം മന്ത്രി ഭരണകൂടത്തിന്റെ ഭാഗമാണ്. അത് കുറെ കൂടി ഗൗരവപ്പെട്ട കാര്യമാണ്. അതിന് മേലപ്പു ചാർത്തുകയാണ് 1ാം വിദ്വേഷ പ്രചരണത്തിന്റെ സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. CPM ഭരിക്കുന്ന പാർട്ടിയാണ്. അതിന്റെ പ്രസ്താവന വായിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുക, വെള്ളാപ്പള്ളി എന്ന പദം വിദ്വേഷ പ്രചരണവുമായി ചേർത്ത് വെച്ച് പറയാൻ ഭയമുള്ള രീതിയാണ് CPM സ്വീകരിക്കുന്നത്. ഇതാരെ തൃപ്തിപ്പെടുത്താനാണെന്ന് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും
ഇത്തരം വിദ്വേഷ പ്രചാരകർക്കെതിരെ രംഗത്ത് വരണമെന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. ഇതേ വെള്ളാപ്പള്ളി നടേശനാണ് കേരള സ്വകാര്യ എന്ന് പിണറായി വിജയൻ മുമ്പ് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ആ വിശേഷിപ്പിച്ച ഘട്ടത്തിൽ നിന്ന് കേരളത്തിൽ എന്ത് മാറ്റാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ ആ ലൈൻ സ്വീകരിച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ലൈൻ സ്വീകരിക്കുന്നു? ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ആർക്കാണിത് ഗുണം ചെയ്യുക? ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. കുറേ കാലം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയാണ് BJP അധികാരത്തിൽ വന്നത്. ഇപ്പോൾ വലിയ വംശീയ ഉന്മൂലനങ്ങൾ അവിടെ നടക്കുക. ബീഹാറിൽ വരെ 80,000-ഓളം ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പുറന്തള്ളപ്പെടുന്നു എന്ന് കേൾക്കുകയാണ്. അസ്സാമിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് വാർത്തകൾ വരികയാണ്. 3800 പേർ കടൽ വഴി നാട് കടത്തപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ മീഡിയകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊന്നും അധികം ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യാനില്ല, കേരളത്തിൽ പോലും ചർച്ച ചെയ്യാനില്ല. കാരണം പല മീഡിയകളും നാഷണൽ മീഡിയകൾ അധികവും മോഡിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാകാം ഇത്തരം ചർച്ച വരാത്തത്. ആസാമിൽ ഇപ്പോൾ വലിയ തോതിൽ ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വംശീയ ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുന്നതൊക്കെ ആദ്യം സ്റ്റെപ്പ് വിദ്വേഷ പ്രചരണങ്ങളിലൂടെ മണ്ണൊരുക്കലാണ്. ആ വഴിയിലാണ് ഇപ്പോൾ കേരളത്തിൽ പലരും സഞ്ചരിക്കുന്നത്. മതനിരപേക്ഷ കക്ഷികളും ഭരണപ്രതിപക്ഷ പാർട്ടികളും അതിന് പ്രതിരോധം തീർക്കണം എന്നാണ് ശക്തമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളം ഒരു മഹോത്സവവും കേരളത്തിൽ ഒരു മഹോത്സവമായി മാറുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇരു മുന്നണികളോടും താങ്കളുടെ പാർട്ടി സമദൂരമായിരുന്നു, അതല്ല അല്പം വളർത്തുകയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ 3ാമത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. 2015 പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നു. 45 ഇടങ്ങളിൽ ഞങ്ങൾ വിജയിച്ചിരുന്നു. പ്രാദേശികമായ സഖ്യങ്ങൾ അന്ന് LDF-ഉമായി UDF-ഉമായും ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഉണ്ടായത് LDF-ഉമായിട്ടാണ്. ആ ചർച്ചക്കും മറ്റ് മുന്നോട്ട് പോക്കിനൊക്കെ ഞങ്ങളേറെ പിന്തുണച്ചത് ബഹുമാന്യനായ സഖാവ് കോടിയേരി അവറുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്കുള്ള പിന്തുണയെ നന്ദിപൂർവ്വം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. 2ാമത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2010 20-ലുണ്ടായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 65 ഇടങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം ഒറ്റക്കും UDF സഹകരണത്തിൽ അധിക ഇടങ്ങളിലും ചിലയിടങ്ങളിൽ LDF സഹകരണത്തിലും പ്രാദേശികമായി മത്സരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നീക്കുപോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ നിലപാട് ഇനിയും സ്വീകരിക്കും. അതിനുവേണ്ടി ചർച്ചകളും ആലോചനകളൊക്കെ നടക്കും. പ്രത്യേകിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ എന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയുടെ കൂടുതൽ ആഭിമുഖ്യം UDF-നോട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഘടകകക്ഷി ആക്കണമെന്ന ആവശ്യമുണ്ട്. UDF-ൽ ഘടകകക്ഷി ആക്കണം വെൽഫെയർ പാർട്ടി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്തു? ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഘട്ടത്തിലും മുന്നണികളെ പിന്തുണച്ചത്. LDF-നെ പിന്തുണച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയ ലൈൻ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യയിൽ സംഘപരിവാർ വംശീയ ഭരണകൂടം അധികാരത്തിലെത്തിയിട്ടില്ല. 1ാം മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസിനെ പിന്തുണക്കുന്ന നിലപാടാണ് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഞങ്ങൾ UDF-നെയാണ് പിന്തുണച്ചത്. അത് ഇന്ത്യയിൽ സംഘപരിവാർ ഇതരമായ ഒരു ഗവൺമെൻറ് നിലവിൽ വരണം എന്ന ആഗ്രഹത്തോടുകൂടിയും ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആ പിന്തുണ. പക്ഷെ അന്ന് ഇന്ത്യ മുന്നണി പോലുള്ള ഒരു സഖ്യമൊന്നും രൂപപ്പെട്ടിരുന്നില്ല. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന വിശാലമായൊരു സഖ്യം രൂപപ്പെട്ടു. CPM കൂടി അതിൻ്റെ ഭാഗമാണ് കേരളത്തിന് പുറത്ത്. ഞങ്ങളും CPM ഒക്കെ ഒരുമിച്ച് സഹകരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. കേരളത്തിലും ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ UDF-നെ പിന്തുണച്ചു.
കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ അത് ഉയർത്തിയ സാഹചര്യം നമുക്കറിയാം. നിലമ്പൂർ ബൈ ഇലക്ഷൻ ഉണ്ടായത് LDFിൻ്റെ ഭാഗത്തുള്ള ഒരു MLA PV അൻവർ ഉന്നയിച്ച വിമർശനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അദ്ദേഹം റിസൈൻ ചെയ്ത ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. പോലീസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിമർശന വിധേയമായി ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു. ആ ഘട്ടം CPMന് പ്രത്യേകിച്ചും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരായ പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്കും അതേ വിമർശനം നേരത്തെ തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് ഉണ്ട്. RSS നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത്. സാധാരണ CPM ഭരിക്കാറുമ്പോൾ നമ്മൾ പറയാറുണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് AKG സെൻറ്റർ എന്നാണല്ലോ. പക്ഷെ കുറച്ചു കാലമായിട്ട് എല്ലാവരും പറയുന്നത് നിയന്ത്രിക്കുന്നത് മാരാർജി ഭവൻ എന്നാണ്. വെൽഫെയർ പാർട്ടിയുടെ മാത്രമൊന്നും അഭിപ്രായമല്ല. ആനി രാജ ഈ അഭിപ്രായം പറഞ്ഞത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സഖാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ DGPയും പോലീസ് വകുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അവസ്ഥകൾ പറയാറുണ്ട്. ഈ വിമർശനമാണ് PV അൻവർ ഉയർത്തിയത്. ആ വിമർശനത്തിൻ്റെ മുഖവിലക്കെടുത്തുണ്ടായ ഒരു തിരഞ്ഞെടുപ്പിൽ ആ വിമർശന വിധേയമായ കാഴ്ചപ്പാടിനെ പിന്തുണച്ചുകൊണ്ട് CPMനെതിരെ നിലപാട് സ്വീകരിക്കുക. ആ അർത്ഥത്തിൽ CPM പരാജയപ്പെടണമെങ്കിൽ UDFനെയാണ് പിന്തുണക്കേണ്ടത് എന്ന ലൈനിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ UDFനെ പിന്തുണച്ചത്. മുന്നണി പ്രവേശനത്തിലേക്കൊന്നും ഞങ്ങൾ ചർച്ച കൊണ്ടുപോയിട്ടില്ല. മീഡിയകളൊക്കെ ഞങ്ങൾക്ക് ചിലതൊക്കെ ചാർത്തി തരുന്നുണ്ട്, അസോസിയേറ്റ് അംഗത്തുനിന്നൊക്കെ. അത് ചില മീഡിയകൾ ചാർത്തി തരുന്ന പദവിയാണ്. അത്തരം ചർച്ചയിലേക്ക് വെൽഫെയർ പാർട്ടി പോയിട്ടില്ല. എന്തായാലും നയപരമായി നിങ്ങൾ ഈ പറയുന്നത് LDFനെതിരാണ്, LDFന്റെ ആഭ്യന്തര നയത്തിനെതിരാണ്. PV അൻവർ ഉയർത്തിയ അതേ ഇത് തന്നെയാണ് വെൽഫെയർ പാർട്ടിക്കും. അപ്പോൾ നിങ്ങൾ LDFനെ പൂർണ്ണമായും തള്ളുകയാണ്. പിന്നെന്താ, എല്ലാം ഉണ്ട്. UDFന്റെ നയങ്ങളാണ് ശരിയെന്ന് പറയണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചർച്ച നടത്തുന്നതിന് മാത്രം എന്താ ഭയം? അല്ല, ചർച്ച നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. LDFനോടും UDFനോടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ LDF എന്ന് പറയുന്നത് നിങ്ങൾ LDFനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളിപ്പോൾ പറയുന്നു പൂർണ്ണമായും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മാരാജി ഭവൻ എന്നാണ്. അപ്പോൾ UDF പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ LDFുമായി ചർച്ച നടത്തുന്നു പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് അതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വെൽഫെയർ പാർട്ടി പല ഘട്ടങ്ങളിലും പലരോടും ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ചകൾ തന്നെ നടക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാർക്ക് ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ചർച്ച നടത്താത്തത് ഒരു കൂട്ടരേ ഉള്ളൂ. കേരളത്തിലത് BJP ആണ്. വംശീയ പാർട്ടിയുമായിട്ട് നമുക്ക് യാതൊരു ചർച്ചയും ഇല്ല. മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തും. ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വഴികളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഉയർത്തുന്നത് കേരളത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. ഭൂമിയുടെ രാഷ്ട്രീയം, സംവരണത്തിൻ്റെ രാഷ്ട്രീയം, ഏറ്റവും സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ബദൽ പൊളിറ്റിക്സാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത്. ആ പൊളിറ്റിക്സിൻ്റെ വളർച്ചയ്ക്ക് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ഒരു മുന്നണി പ്രവേശനത്തിൻ്റെ ചർച്ചയിലേക്ക് പാർട്ടി പോയിട്ടില്ല എന്നേ ഞാൻ പറയുന്നു. ചർച്ച നടത്തും. മുന്നണി ചർച്ചകളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുമായി എപ്പോഴും ഞങ്ങൾ ചർച്ച നടത്തുന്നു തന്നെയല്ലേ പറയുന്നത്. ഏത് മീഡിയ പ്രവർത്തകരുടെ ചോദ്യത്തിലും വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാ പാർട്ടികളോടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത്തരം ആശയ കൈമാറ്റങ്ങൾ ഇനിയും തുടരും. ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നിലപാടുകളിൽ ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ LDF മറ്റൊരു പ്രധാനപ്പെട്ട ഈ വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദികളാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ മതരാഷ്ട്രവാദം അത് നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതാണോ? നിങ്ങളുടെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരത്തെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വെൽഫെയർ പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ല. വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാവുന്ന 15 വർഷത്തോളം ആകുകയാണ്. ഞങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് മുമ്പിലുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ സാമൂഹികമായ വിഭാഗീയത സൃഷ്ടിക്കുന്ന, വർഗീയത സൃഷ്ടിക്കുന്ന പ്രചരണങ്ങളോ പ്രവർത്തനങ്ങളോ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഞാൻ മീഡിയ പ്രവർത്തകരുടെ
അതിന് വെല്ലുവിളിക്കുകയാണ്. പിന്നെ എൻ്റെ പേര് റസാഖ് എന്നാണ്. മുസ്ലിമായ ഒരാൾ പ്രസിഡന്റ് ആയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പലരും അങ്ങനെയൊക്കെ ഇടക്കിടക്കൊക്കെ ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട്. ഈ പാർട്ടിയിൽ എല്ലാവരും ഉണ്ട്. വിവിധ ജനവിഭാഗങ്ങളും സാമൂഹ്യ വിഭാഗങ്ങളും ഒക്കെയുള്ള പാർട്ടിയാണ്. പിന്നെ CPM ഉന്നയിക്കുക എന്ന ഒരു വിമർശനമാണല്ലോ ഇത്. അതിന് CPM അവരുടേതായ ഒരു ബോധമണ്ഡലത്തിൽ നിന്ന് പലതും പറയും. ഇത് നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം ഇത് അടിസ്ഥാനപരമായ ഒരു ആരോപണമല്ല, വോട്ട് കിട്ടുമോ ഇല്ലേ എന്ന അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചില പുളിക്കും മുന്തിരി തിയറി ഉണ്ടല്ലോ, കിട്ടാത്ത മുന്തിരി പുളിക്കും, ആ തിയറിയാണ് എന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ഉണ്ട്. നിങ്ങൾ പറയണം, വാക്കിലോ പ്രവൃത്തിയിലോ എഴുത്തിലോ പ്രഭാഷണങ്ങളിലോ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തെ അപകടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഈ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കത് ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു സൈഡ് ലൈനിങ് കേരളത്തിലെ പാർട്ടികളെ കുറിച്ചൊക്കെ നടത്തുകയാണ്. ഇതെല്ലാവരെ കുറിച്ചും ഇടക്കിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിന്റെ പകർപ്പാണ് എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലേ? ആരാ പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന് അങ്ങനെ പറയുന്നത് എന്താണ് അതിന്റെ പ്രചോദകം? അത്തരമൊരു ബൈനറി സൃഷ്ടിക്കാൻ അഥവാ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുക. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം RSSന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു സംഗതിയെ കൈകാര്യം ചെയ്യുന്നതിന് പകരം നോർമലൈസ് ചെയ്യാനുള്ള ചില ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ സ്വരാജ് CPMന്റെ ബുദ്ധിജീവിയാണ് എന്നാണ് വെപ്പ്. അദ്ദേഹം ഇടക്കിടക്ക് മുസ്ലിം RSS എന്നൊക്കെ ഇങ്ങനെ പറയും. RSSനോട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടോ? ഗാന്ധിജിയെ കൊന്നവർ, വംശീയ വിദ്വേഷം ഉണ്ടാക്കിയവർ, ഗുജറാത്ത് വംശഹത്യയുടെ ആളുകൾ, ബാബരി മസ്ജിദ് പൊളിച്ചവർ, ഇപ്പോഴും ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുന്നവർ, അത് പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടർ, അവരെ താരതമ്യപ്പെടുത്താൻ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് ഇത്തരം ചില ബൈനറികൾ സൃഷ്ടിക്കാനുള്ള ശ്രമമൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി വെൽഫെയർ പാർട്ടി ഉണ്ട്. എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. വംശീയമോ വർഗീയമോ ആയ ഒരു ആരോപണവും വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല. ഇത് ഒരു സാങ്കല്പികമായ ചോദ്യമാണ്. UDFിലേക്ക് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ചെല്ലുകയാണ്, അവിടെ ചെക്ക് വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നിൽക്കുകയാണെന്ന് ഞങ്ങൾ പോയി തുടങ്ങിയാലല്ലേ ഞങ്ങൾക്ക് പറയേണ്ടതുള്ളൂ. ഞങ്ങൾ അത്തരം ഒരു റോട്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ല. എങ്കിലല്ലേ വഴി തടസ്സം നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ ഞങ്ങളുടെ ബദൽ രാഷ്ട്രീയത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അത്തരത്തിൽ യാതൊരു തടസ്സവും മുസ്ലിം ലീഗോ UDFോ കോൺഗ്രസോ എന്നും ആ മുന്നേറ്റത്തിൽ സൃഷ്ടിക്കുന്നില്ല. അങ്ങനെ ഒരു തടസ്സത്തെയും മുഖവിലക്കെടുത്ത് പിന്മാറാൻ തീരുമാനിച്ചവരും ഞങ്ങളെ രണ്ടു കൂട്ടരായി ഇപ്പോൾ എതിർക്കുന്നത്. ഒന്ന് BJP ആണ്. നമ്മളെ BJPയുടെ പ്രസിഡന്റിന് മലയാളത്തിൽ പറഞ്ഞത് പോരാഞ്ഞി അങ്ങ് ഡൽഹി പോയിട്ട് ഹിന്ദിയിൽ പത്രസമ്മേളനം നടത്തി. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാതകം പറയാം. മലയാളത്തിൽ പറഞ്ഞിട്ട് മതിയാകത്തോണ്ട് ഹിന്ദിയിൽ പത്രസമ്മേളനം നടത്തി. നിങ്ങളയച്ചു കേരളത്തിൽ ഈ സ്വഭാവത്തിൽ തന്നെയാണ് CPM പെരുമാറുന്നത്. എന്തിനാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ ആദ്യമായി പാകിസ്ഥാൻ എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത് നിലമ്പൂർ ബൈ ഇലക്ഷനിലാണ്. ഇന്ത്യയിൽ എപ്പോഴും BJP പറയുന്നതാണ്. പക്ഷേ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഇത് ഉന്നയിച്ചു. ആരെ ഉന്നയിച്ച്? പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ് അവറുകൾ. എന്തിനു വേണ്ടി? വളരെ ഗൗരവത്തിൽ അവർ ആലോചിക്കേണ്ടതാണ്. ഞങ്ങളും CPMും സഹകരിച്ച ഘട്ടത്തിൽ അവർ സമ്പൂർണ്ണ മതനിരപേക്ഷ ലൈനിലായിരുന്നു. ഇസ്ലാമോഫോബിയെ അവർ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ വഴി മാറി ചിന്തിക്കുമ്പോഴാണ് മറ്റൊരു വഴിയിലേക്ക് വെൽഫെയർ പാർട്ടിയും പോകുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളൊന്നും ആരും നടത്തരുത് എന്നാണ് നമുക്ക് അഭിപ്രായമുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനത്തിന് മുമ്പിൽ ആരും തടസ്സം സൃഷ്ടിക്കുന്നില്ല. ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്.
ഏതായിരുന്നാലും വെൽഫെയർ പാർട്ടി മുന്നണി പ്രവേശനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ആദ്യം അത് വിളിച്ചു പറയുക മാധ്യമപ്രവർത്തകരായിരിക്കും. അങ്ങനെ പറഞ്ഞ ശേഷമേ ഞങ്ങൾ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളൂ. UDF അധികാരത്തിൽ വരണം എന്ന് തന്നെയാണോ ആഗ്രഹിക്കുന്നത്? കേരളത്തിലെ ഭരണത്തെ വിശകലനം ചെയ്യുകയാണ് എങ്കിൽ ഇടതു ഭരണത്തിൽ നിലനിൽക്കാനുള്ള അർഹതയില്ല. രണ്ടാം ഭരണം തന്നെ അപകടകരമായ ഒരു രീതിയിലാണ് കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. അനവധി ഉദാഹരണങ്ങളുണ്ട്. എല്ലാറ്റിനെയും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മുമ്പിൽ വന്നു. ഏറ്റവും നമ്പർ 1 എന്നാണെന്ന് പറയാം. പക്ഷേ അത് എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം. പല സംഭവങ്ങളുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം ഉണ്ടായത്. നമ്മൾ തൊട്ടടുത്ത് കാസർഗോഡ് 9 കൊല്ലം LDF ഭരിച്ചിട്ടും മെഡിക്കൽ കോളേജ് ഓപ്പൺ ആയിട്ടില്ല. അടുത്ത് ഞാനവിടെ പോയിരുന്നു. അവിടുത്തെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നു? ഇവിടെ ആരും അങ്ങനെ വരുത്തുന്നില്ല. ഇവിടെ മെഡിക്കൽ കോളേജും ഇല്ല, IP സംവിധാനവും ഇല്ല, കുറച്ച് കെട്ടിടങ്ങളുണ്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വയനാട്ടിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അവിടെ മാനന്തവാടി ഹോസ്പിറ്റലിന് ബോർഡ് മാറ്റി വെച്ചു എന്നാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ആരോഗ്യരംഗം എന്നതിനെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയാൽ 9 വർഷം പരാജയമായിരുന്നു എന്ന് ബോധ്യപ്പെടും. സ്കൂൾ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുക, സാധാരണ വിദ്യാഭ്യാസ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു വലിയ പഠനം നടത്തിയാൽ അതിൻ്റെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. പല രീതിയിൽ അത്തരം ചർച്ചകൾ വരികയാണ്, സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ ആശാവർക്കന്മാർ എത്ര കാലം സമരം തുടങ്ങിയിട്ട്? ഇവിടെ തൊഴിലാളികളുടെ വലിയ പാർട്ടി എന്നാ പറയുക. തൊഴിലാളികൾക്ക് വേണ്ടി കൂലി വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തുന്ന പാർട്ടിക്ക് ആശാവർക്കർമാരുടെ സമരം പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും തുടരാൻ അർഹതയില്ലാത്ത ഒരു ഭരണമാണ് LDFന്റെ ഭരണം. അതിനെതിരെ ജനകീയ പ്രതിരോധമുണ്ടാകും. വെൽഫെയർ പാർട്ടിയും അതിന്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരോടും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ്. അതേസമയം ആ ചർച്ച നടത്തിയപ്പോൾ ഈ ചോദ്യം തന്നെ ഒരു ചർച്ചയും നടക്കാൻ പാടില്ല എന്ന ലൈനുള്ള ചോദ്യത്തിനുള്ളൂ. അല്ല, അതിൽ ഞങ്ങൾ നോ പറയുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മാത്രമേ ഞാൻ നോ പറയുന്നുള്ളൂ. ഞങ്ങൾ UDFന്റെ ഘടകകക്ഷിയല്ല. ഘടകകക്ഷിയാകാനുള്ള പ്രയാണം ഞങ്ങൾ ആരംഭിച്ചിട്ടുമില്ല. നിങ്ങൾ ഘടകകക്ഷി ആക്കണം എന്ന് പറയാതെ UDF എങ്ങനെയാണ് നിങ്ങളുമായി ചർച്ച നടത്താൻ കഴിയുന്നത്? നിങ്ങളൊരു ആവശ്യം മുന്നോട്ട് വെക്കണ്ടേ? ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഞങ്ങൾ UDFന്റെ ഘടകകക്ഷിയാകാൻ തീരുമാനിച്ചിട്ടില്ല. അത്തരം ചർച്ചകളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. മുന്നണി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ അത്തരം ഒരു മുന്നണിയിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ അല്ല, അതിൽ സ്വീകരിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. സ്വീകരിക്കുമോ ഇല്ലേ എന്നത് ഞങ്ങൾ ആഗ്രഹിച്ചാലല്ലേ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ളതിലേക്ക് വരേണ്ടിയുള്ളൂ. അല്ല, അതെല്ലാം നമുക്ക് സാങ്കല്പികമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണല്ലോ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലൈൻ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈനിന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ നമുക്ക് ആർക്കും സംശയമുണ്ടോ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലൈനും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈനും വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈനും CPMന്റെ രാഷ്ട്രീയമൊക്കെ വ്യത്യസ്തങ്ങളാണ്. ആ വ്യത്യസ്തതയോടുകൂടെ തന്നെ നിലനിൽക്കുന്നതോടൊപ്പമുള്ള സഹകരണ സാധ്യതകൾ പരിശോധിക്കുക എന്നതിൽ വേണ്ടെന്ന് ഞങ്ങൾ വെച്ചിട്ടില്ല. അങ്ങനെ എന്തിനാ അവർ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും മുസ്ലിം ലീഗ് ആയാലും ഭയപ്പെടുന്നില്ല. പറയാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് നമുക്കറിയില്ല. മുസ്ലിം ലീഗ് ഏതായാലും അത്ര യാതൊരു ഭയമില്ല. ഞങ്ങൾ മുസ്ലിം ലീഗായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. ഓക്കെ, ഏതായാലും സന്തോഷം. പിന്നെ ഞങ്ങള് കണ്ണൂരിൽ മത്സരിക്കും. കണ്ണൂരിൽ വിജയിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ എല്ലാ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ണൂരിൽ 4 വാർഡ് മെമ്പർമാരുണ്ട്. അതിനെ വർദ്ധിപ്പിക്കാനുള്ള നിരന്തര ശ്രമവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഒരുപാടിടങ്ങളിൽ, കണ്ണൂർ കോർപ്പറേഷനിൽ ഒരുപാടിടങ്ങളിൽ പാർട്ടിക്ക് വലിയ ശക്തിയുണ്ട്. ഈ കോർപ്പറേഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് കൗൺസിലർ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പിന്തുണയിലാണോ അല്ലേ എന്നുള്ളത് ഇനി നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിനൊന്നും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ, അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ടാവും. ഏതായിരുന്നാലും ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവലോകനങ്ങളുമായിട്ട് ജില്ലയിൽ വന്നതാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വലിയ മുന്നേറ്റം കണ്ണൂർ ജില്ലയിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 100 ദിന പ്രവർത്തന പദ്ധതി, ഇനി 100 ദിവസത്തോളമാണ് ഏകദേശം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇന്നലെ മുതൽ ഞങ്ങളത് കേരളത്തിലുടനീളം പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെത്തിയത്. അപ്പോൾ നിങ്ങളെ കാണാം എന്ന് വിചാരിച്ചത്. ഓക്കെ.